എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ കുടുംബക്ഷേത്രം വരെ ഒന്ന് പോകാനുണ്ട്. അങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് ഒരു 4 മണി കഴിഞ്ഞപ്പോഴേക്കും എഴുന്നേറ്റ് കുളിച്ച് ഇനി മുടിയൊക്കെ ഒന്ന് ഉണക്കി എടുക്കണമല്ലോ. പണ്ട് ഞാൻ വിചാരിക്കേ കോവിലിൽ പറഞ്ഞവരൊക്കെ മുടിയൊക്കെ നല്ല രീതിയിൽ കിടക്കുമ്പോൾ നമ്മളാണെങ്കിൽ കുളിച്ച് അതേപടി പോകുമ്പോൾ മുടി ഒരു രസമില്ലാണ്ടായിരിക്കും കിടക്കണത്. അങ്ങനെ ഞാൻ ഇതെന്ന് വെച്ചാൽ മുടിയൊക്കെ ഒന്ന് ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഹീറ്റർ വെച്ചിട്ട്. പിന്നെ ഇതാ ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ആ സൺസ്ക്രീൻ ഇടുമ്പോൾ തന്നെ മുഖത്ത് നല്ലൊരു ഗ്ലോ പോലെയൊക്കെ തോന്നും കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഗ്ലോയിങ് എഫക്റ്റുള്ള ക്രീമും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. ക്രീമെന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസിങ് ക്രീമും അതുപോലെ തന്നെ സൺസ്ക്രീൻ മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. അതിലും മോയ്സ്ചറൈസിങ് ക്രീം അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ സൺസ്ക്രീൻ മാത്രമാണ് യൂസ് ചെയ്യണത്. അത് സൺബാനിൻ്റെതാണ്. അങ്ങനെ മുടി ഒന്ന് ഹീറ്റ് ചെയ്ത് പിന്നെ ഒന്ന് സ്ട്രൈറ്റൊക്കെ ചെയ്തപ്പോഴേക്കും മുടി നല്ല സെറ്റായി. നമ്മൾക്ക് ഈ മുടി ഓക്കെ ആയാൽ പിന്നെ ഫുൾ അങ്ങ് ഓക്കെ ആകും പോലെയാണല്ലോ. എന്നിട്ട് ഇത് സെറ്റിംഗ് സ്പ്രേ ആണ്. എവിടെയെങ്കിലും പോണ സമയത്ത് ഇതുപോലെ ഒന്ന് സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ച് മുടി ഒന്ന് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറന്ന് വണ്ടിയിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ഒരു കോലം കെട്ടതുപോലെ ആകുമല്ലോ, ഫുള്ള് പറന്ന് ഭ്രാന്തികളെ പോലെ ഇരിക്കുക. അതങ്ങ് ഒഴിവാക്കാം. പിന്നെ സ്പ്രേയും അധികം ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ജവാദോ അല്ലെങ്കിൽ ഈ കൊഴുന്തിൻ്റെ മാരിക്കൊഴുതില്ലേ, അതിൻ്റെ ആ ഒരു ഇത് കിട്ടും. അത് രണ്ടും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് മതി നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അതിൻ്റെ മണം നിൽക്കും. സ്പ്രേ ആണെങ്കിലും ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറേ അതിൻ്റെ ആ ഒരു എഫക്റ്റ് വരുള്ളൂ. അങ്ങനെ കുളിച്ചൊരുങ്ങി എന്താ കേശുവിനെ ഇനി ഡ്രസ്സൊക്കെ ഇടിയിക്കണം. പിന്നെ വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങണത്. അങ്ങനെ ചേട്ടൻ്റെ കുടുംബകോവിലാണ്. അപ്പോൾ ചേട്ടൻ്റെ അമ്മയുടെ കുടുംബകോവിലാണ് പോണത്. അതങ്ങ് വിഴിഞ്ഞ അപ്പുറത്താണ്. ചപ്പാത്തും കഴിഞ്ഞു പോകണം. അപ്പോൾ ഞങ്ങളത് രാവിലെ നല്ല മഞ്ഞാണ് പോകുമ്പോഴേക്കും. അതുകൊണ്ട് കേശുവിനെ സ്വെറ്ററൊക്കെ ഇടിയിച്ച് മറ്റേ കാതിൽ ചെവിയിൽ കാറ്റ് കയറാതിരിക്കാനുള്ള ഒരു സുനയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെപ്പിച്ചാണ് കൊണ്ടുപോകണത്. അങ്ങോട്ട് പോകുന്നതോറും ഭയങ്കര മഞ്ഞാണ്, മഞ്ഞും തണുപ്പുമല്ലേ. അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാവരും പോവാനായിട്ട് ഇറങ്ങി. അപ്പോൾ കുടുംബകോവിലാണെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ എല്ലാ പ്രാവശ്യവും സത്യം പറഞ്ഞ് ഉത്സവത്തിനാണ് പോണത്. അല്ലാണ്ട് അവിടെ എല്ലാ ദിവസവും നട തുറക്കൂല. അപ്പം നമുക്ക് പോകാനായിട്ടും സൗകര്യക്കുറവാണ്. വെള്ളിയാഴ്ച പൗർണമി അങ്ങനെ എന്തൊക്കെയേ ഉള്ളൂ അവിടെ നട തുറക്കണത്. അപ്പോൾ ഉത്സവത്തിനാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. ഇന്ന് അവിടെ കലശപൂജയൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ സ്വെറ്ററൊക്കെ ഇടിയിച്ച് സ്വെറ്ററൊക്കെ ഇട്ടപ്പോൾ കേസ് ചോദിക്കണം, ഇവിടെ അമ്മ നമ്മൾ മൂന്നാർ പോകണം ട്രിപ്പ്. അങ്ങനെ അതവർ മൂന്നാർ പോയപ്പോൾ വാങ്ങിച്ച സ്വെറ്ററാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്വെറ്ററൊക്കെ ഇട്ട് ഇറങ്ങിയപ്പോഴേക്കും മൂന്നാറാണോ അമ്മ പോണതെന്നൊക്കെ ചോദിച്ചത്. ഇതിപ്പോൾ രാവിലെ പോകാനായിട്ട് ഇറങ്ങിയത്, പോയിട്ട് വന്നിട്ട് ചേട്ടന് പിന്നെ ക്ലാസ്സിന് പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ അവിടെ പോകാനായിട്ട് ഇറങ്ങണത്. പോയിട്ട് നമുക്കൊരു 9 മണിക്ക് മുന്നേ ഒരു 8:30 ആകുമ്പോഴേക്ക് തിരിച്ച് വീടെത്തണം. അങ്ങനെതാ ഞങ്ങൾ ഫുൾ റെഡിയായി. വിളക്ക് കത്തി തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പോകാനായിട്ട് ഇറങ്ങി. അപ്പം കണ്ടില്ലേ, മുടി ഇപ്പം നല്ല കുറച്ച് ഇങ്ങനെ വെള്ള നനവോടെയൊന്നും അല്ലാണ്ട് കുറച്ചൊന്ന് ഒതുക്കത്തോടെ കിട്ടിയത് കണ്ടില്ലേ. അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യണത്. അങ്ങനെ കേശുവിനെ ഇവിടെ ജാദുവിനെ പോലെയൊക്കെ ആക്കി അവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനി അമ്പലത്തിലോട്ട് പോണ വഴിക്ക് നമുക്ക് ആദ്യം ഹാരം വാങ്ങാനുണ്ട്. നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള പൂക്കടയില്ലേ, അവിടെ ഇന്നലെ ഹാരത്തിന് പറഞ്ഞിരിക്കുകയായിരുന്നു. പിച്ചി ഹാരമാണ്. അപ്പോൾ വലിയൊരു ഹാരമൊക്കെ പറഞ്ഞ് ഇനി അത് പോയി വാങ്ങണം. അപ്പോൾ എഴുന്നേറ്റ ഉടനെ പൂക്കടയിൽ മാമനെ വിളിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമനാണെങ്കിൽ 5:30 മണിയൊക്കെ കഴിഞ്ഞൊരു 6 മണിക്കകത്തേ കട തുറക്കുള്ളൂ. അപ്പം നമുക്ക് വേണ്ടി ഇന്ന് അതിരാവിലെ വരെയാണ് കട തുറക്കാനായിട്ട്. ഹാരം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പറ്റൂലല്ലോ. നമുക്കിപ്പോൾ പടമുറിയോ കാര്യങ്ങളോ അങ്ങനെ പൂജാമുറിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വാങ്ങിച്ചുകൊണ്ട് വയ്ക്കാം. നമ്മളിപ്പോൾ ഓപ്പണായിട്ടല്ലേ വിളക്കെല്ലാം കത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ട് വയ്ക്കേണ്ടതെന്ന് വിചാരിച്ച് അങ്ങനെ നല്ല മഞ്ഞത്ത് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി. പിന്നെ കാർ ഇറക്കിയാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ തിരിക്കാനായിട്ട് പറ്റില്ല. കുറച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് വളച്ചെടുത്തുകൊണ്ട് വരണം. അങ്ങനെ കാറൊക്കെ തിരിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് വിജനമായ റോഡിൽ കൂടെ ഞങ്ങൾ പോവുകയാണ്. ചുമ്മാട്ടാ, വിജനമായ നല്ല ആൾക്കാർ നടക്കാൻ പോവേ. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും പത്രയിടാൻ പോകുന്ന ആൾക്കാർ, പിന്നെ നടക്കാനായിട്ട് വരണവരൊക്കെ ഉണ്ട്. അങ്ങനെ നേരെ നമ്മൾ കുളത്തൂരെത്തി. നമ്മുടെ ഹാരം ഇരിക്കുകയാണ്, പിച്ചി ഹാരം. അങ്ങനെ അതൊക്കെ എടുക്കുകയാണ്. അവിടെ നിന്ന് ഇതുമൊക്കെ വാങ്ങിക്കൊണ്ട് വേണം നമുക്ക് പോകാൻ.
അങ്ങനെ ഭഗവതിക്കും കൃഷ്ണനും ഗണപതിക്കും ഒക്കെ ഹാരം വാങ്ങിച്ച് പിന്നെ എണ്ണയും തിരിയും അങ്ങനെ എല്ലാമൊക്കെ വാങ്ങിക്കണമായിരുന്നു. പിന്നെ നമ്മൾ സാരി അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് സാരിയും വാങ്ങിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഒരു സാരിയും കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് നേരെ ഇനി പെട്രോൾ അടിക്കാനായിട്ട് വന്ന് ഇനി ഇവിടെ നിന്ന് പെട്രോളും അടിച്ചും കൊണ്ട് നേരെ ബൈപ്പാസ് വഴി നേരെ അങ്ങ് പോയാൽ മതി. അപ്പോൾ വിഴിഞ്ഞം ഹാർബറൊക്കെ കഴിഞ്ഞാണ് പോയത്. നമ്മൾ ഒരിക്കൽ പോയപ്പോഴേക്കും ഇതുപോലെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ തിരിച്ച് വന്നപ്പോഴും അവിടെ ഹാർബറിൽ അവിടെ ഇറങ്ങിയിട്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് അങ്ങ് കടത്തി വിടൂല, കുറച്ച് ദൂരം വരെയൊക്കെ പോയി നോക്കിയിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ സൂര്യൻ ഉദിച്ച് വന്നില്ല. ഉദിച്ച് വന്നെങ്കിൽ നല്ലൊരു കാഴ്ചയായിരുന്നു. ആക്കുളം കായലൊക്കെ എത്തുമ്പോഴേക്കും ഉദയത്തിന് മുന്നേ നമ്മൾ പോവേണമല്ലോ. അപ്പോൾ പോണ വഴിക്കൊക്കെ അമ്പലങ്ങളിൽ ഉത്സവം, പള്ളിയിൽ ഉത്സവം, ഇനി അങ്ങോട്ട് ഉത്സവങ്ങളുടെ ഒരു കാലമല്ലേ. അപ്പോൾ അങ്ങനെ അങ്ങ് എത്താറായപ്പോഴേക്കൊക്കെ മഞ്ഞ് കണ്ടില്ലേ. പിന്നെ അവിടെ എന്ന് പറയുമ്പോഴേക്ക് കുറച്ചും കൂടെ നല്ല ഗ്രാമപ്രദേശമാണേ. നമ്മുടെ കുടുംബകോവിലിൻ്റെ അവിടെ വേറൊരു ദേവീക്ഷേത്രമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെല്ലുമ്പോഴും അവിടെയും ഒരേ പ്രാവശ്യമാണ് കേട്ടോ ഉത്സവം നടക്കുന്നത്. അപ്പോൾ ആദ്യം കണ്ട അലങ്കാരമൊക്കെ ഇപ്പുറത്തുള്ള ദേവീക്ഷേത്രത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല മഞ്ഞുള്ള സമയത്ത് അവിടെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യമുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്, ഈ ഗ്രാമപ്രദേശത്തിരിക്കുന്ന അമ്പലങ്ങളുണ്ടല്ലോ അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നല്ല രസമായിട്ട് തോന്നും. നമ്മൾ അയലത്തൊക്കെ അതുപോലെയാണ്. അങ്ങനെയുള്ള പ്രദേശത്തുള്ള അമ്പലങ്ങൾക്ക് ഒരു വല്ലാത്തൊരു വൈബും ഒരു പ്രത്യേക ഭംഗിയുമാണ്. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണതേ ഉള്ളൂ. നമ്മൾ അതിരാവിലെ ഇല്ല അവിടെ അമ്പലത്തിലെത്തിയത്. പിന്നെ ഇനി ഹാരവും കാര്യങ്ങളും എല്ലാം അവിടെ വയ്ക്കാനുണ്ട്. പിന്നെ അവിടെ ആ കലശപൂജയ്ക്കുള്ള കാര്യങ്ങളും കളമെഴുത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ കേശുവിന് അതിരാവിലെ വന്നതിൻ്റെ ആ ഒരു ഉറക്കച്ചടവും കാര്യങ്ങളും ഒക്കെയുണ്ട്. മോനെ മേല് മാത്രം കഴിവിച്ചതേ ഉള്ളൂ. ചൂടുവെള്ളത്തിൽ തല കുളിപ്പിക്കാതെയാണ് കൊണ്ടുവന്നത്. അതിരാവിലെ ഈ മഞ്ഞത്ത് കുളിപ്പിച്ചും കൊണ്ട് വരണത് റിസ്ക് അല്ലേ. അപ്പോൾ ദൈവത്തിന് അറിയാമല്ലോ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം എന്നുള്ളത്. നമ്മളെ മനസ്സിലാക്കാനല്ലേ നമ്മൾ ദൈവങ്ങളിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അതിരാവിലേക്ക് ഇതുപോലെ കൊണ്ടുപോകുമ്പോൾ മോനെ മേല് കഴിവിച്ചിട്ടേ കൊണ്ടുപോകുള്ളൂ. തല കുളിപ്പിക്കാറേ ഇല്ലേ. കുടുംബകോവിലാണെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ വർഷത്തിലൊരിക്കലൊക്കെയാണ് ഇങ്ങോട്ട് വരണത്. അല്ലാതെ വരാനായിട്ടുള്ള സമയത്തിൻ്റെ കാര്യവുമല്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഇവിടെ അമ്പലം തുറക്കൂല. അപ്പം നമുക്കങ്ങനെ വരാനായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കലശപൂജയ്ക്കുള്ള കലശമൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അവിടെ സമയം ആവണതല്ലേ ഉള്ളൂ അതിൻ്റെയൊക്കെ. പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ വന്നാൽ ഇവിടെ നിന്ന് കാപ്പിയും കൂടെ കുടിച്ചും കൊണ്ടാണ് പോണത്. ഇന്ന് അവിടെ കാപ്പിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് നിൽക്കാനുള്ള സമയമില്ല. എങ്ങനെയായിരുന്നു 8:30 മണി കഴിയും കാപ്പി കൊടുക്കുമ്പോഴേക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് കയറി താഴെ നിന്ന് ഒരുപാട് പടിക്കെട്ടുണ്ട്. അത് കയറിയാണേ വന്നത്. പിന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ സ്റ്റെപ്പ് കയറണ്ട, ഇപ്പുറ സൈഡ് ഇവിടെ വന്നാൽ കാർ ഇങ്ങറ്റം വരെ വരുമെന്ന്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയല്ല വരണത്, ഇങ്ങനെ കാറ് മേല് വരെ വരുമല്ലോ ആ രീതിക്കാണ് വരണത്. ഇപ്പോൾ കേശുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചെല്ലുമ്പോൾ താഴോട്ട് നോക്കുമ്പോഴേക്കും അവിടെ നല്ല തൊടിയും മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നെ കൊണ്ട് ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങിച്ച് അത് പോയി കാണാമെന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ എന്താ പറയാനായിട്ട് നല്ലൊരു വൈബുള്ള ഒരു അമ്പലമാണ്. പ്രത്യേകിച്ച് കുടുംബകോവിലും കൂടെ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ ഒരു തോന്നുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് കേശുവിന് എരിക്ക് കാണുമ്പോഴേക്കും അതിൽ ആ പൊട്ടാസ് പൊട്ടിക്കണമെന്ന് പറഞ്ഞ് പോയി അതിനെ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെയാണ് കേശുവിൻ്റെ പരിപാടി. ഇനി അങ്ങോട്ട് മീനം വരെ എല്ലാ കോവിലിലും ഉത്സവങ്ങളും കാര്യങ്ങളും അല്ലേ. പക്ഷേ ഇവിടെ തോറ്റം പാട്ടൊന്നുമില്ല കേട്ടോ. ആ ഒരു ഉത്സവം വരുമ്പോൾ എനിക്ക് പനേരമൂട്ടിലെ തോറ്റം പാട്ടും കാര്യങ്ങളൊക്കെയാണ് ഒരു മനസ്സിൽ ഓർമ്മയെ. തോറ്റം പാട്ട് ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ എഴുതി പഠിക്കാൻ പാടില്ല, കേട്ട് പഠിക്കാൻ മാത്രമേ പാടുള്ളൂ, എഴുതി പഠിക്കാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയോ ഇഷ്ടമുണ്ട് തോറ്റം പാട്ടിന്. അതൊരു പ്രത്യേക ഫീലാണല്ലേ തോറ്റം പാട്ട് കേൾക്കുമ്പോൾ. എനിക്കാണെങ്കിൽ ഏത് അമ്പലത്തിൽ തോറ്റം പാട്ട് കേട്ടാലും പനേരമൂട്ടിൻ്റെ ഓർമ്മ വരും. കാരണം നമ്മൾ അതിലേക്ക് കൂടുതൽ കേട്ടിട്ടുള്ളൂ. പിന്നെ പാട്ട് തുടങ്ങി നമ്മൾ അമ്പലത്തിനകത്ത് നിൽക്കുമ്പോഴാണ് പാട്ട് തുടങ്ങണമെങ്കിൽ പാട്ട് തീർന്നതിന് ശേഷം ആ ഒരു ഭാഗം പാടി കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ നിന്ന് ഇറങ്ങാവൂ, അങ്ങനെയൊക്കെ പണ്ട് അമ്മമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ പനേരമൂട്ട് ചെല്ലുമ്പോഴേക്കേ നമ്മൾ ചെന്ന് കയറിയതിന് ശേഷമുള്ള പാട്ട് തുടങ്ങണമെങ്കിൽ നമ്മൾ ഇറങ്ങാൻ സമ്മതിക്കില്ല. പണ്ടൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഒരുപാട് പേര് അമ്മമ്മമാർ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് ഇരിക്കുമായിരുന്നു ആ പാട്ട് കേൾക്കാനായിട്ട്. ഇപ്പോഴും ആർക്ക് സമയമില്ലല്ലോ അതിനൊന്നും.
അപ്പോൾ പിന്നെ നമ്മൾ പാട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കയറുമ്പോഴേ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പ്രശ്നമില്ല. അങ്ങനെ എന്തൊക്കെയോ കുറേ നിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ അന്നദാനത്തിനുള്ള സംഭവങ്ങൾ, അന്നദാനം എന്ന് വെച്ചാൽ രാവിലെ കാപ്പിക്കുള്ളതൊക്കെ അവിടെ റെഡി ആവണതേ ഉള്ളൂ. കണ്ടപ്പോഴേക്കും അയ്യോ കഴിക്കാനായിട്ട് തോന്നി. പ്രത്യേകിച്ച് നമ്മൾ അമ്പലത്തിൽ നിന്ന് കഴിക്കുന്ന ആഹാരത്തിന് ഒരു അച്ചാറും തൈരും മാത്രമേ ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക രുചി തോന്നും. അങ്ങനെ കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതും അങ്ങനെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഗ്രാമപ്രദേശത്തെ ഉള്ള അമ്പലങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗി തോന്നുന്നു. അതുപോലെയാണിത്. അങ്ങോട്ട് അധികം ഇങ്ങനെ ഞെരിഞ്ഞ് വീടൊന്നും ഇവിടെയില്ല. പിന്നെ കുറച്ച് ആളോട്ടിറങ്ങുമ്പോഴേക്ക് തൊട്ടടുത്തടുത്ത് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമല്ലേ അവിടെയൊക്കെ ഒന്ന് കാണാനും എടുക്കാനും ഒക്കെ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി ഞങ്ങളെ കൊണ്ട് വീട്ടിലാക്കിയതിന് ശേഷം ചേട്ടന് ക്ലാസ്സിന് പോകണം. പിന്നെ അത് ആ ഭാഗത്തോട്ടാണ്, അവിടെയാണ് വിഴിഞ്ഞ ഹാർബർ ഉള്ളത്. അങ്ങോട്ടൊന്നും ഇപ്പോൾ ഇറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെ തിരിച്ചു വന്നപ്പോഴേക്ക് അനന്തൂനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകണം. അവനെ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് അങ്ങനെ അവനെ വിളിക്കാനായിട്ട് ഞങ്ങളിത് അവിടെ കാറും കൊണ്ട് കിടക്കുകയാണ്. അവൻ ഇറങ്ങി വരണുണ്ട്. റിമ്മി ചേച്ചി അവിടെ നിന്ന് കൈയൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ ഇനി അനന്തൂനെയും വിളിച്ചുകൊണ്ട് നേരെ വീട്ടിൽ പോകണം. അപ്പോൾ ഇനിയിപ്പോൾ മിക്കവാറും അമ്പലത്തിൽ കുടുംബകോവിലിൽ പോണത് അടുത്ത വർഷമായിരിക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. കേശുവിന് പിന്നെ പോണ വഴിക്ക് ഫ്രൂട്ട് വേണമെന്ന് പറഞ്ഞാൽ അവന് പിന്നെ അതാണ് അവൻ്റെ വീക്ക്നെസ്. അങ്ങനെ വാങ്ങിയതാണ്. ഇവിടെ എത്തിയപ്പോഴേക്ക് ചന്ത കൂടണ സമയമാണ്. ഇതാണ് നമ്മളെ ചന്ത. കണ്ടില്ലേ, ഈ നടു റോഡിൽ നമുക്ക് വേറെ സ്ഥലമില്ല. ഇവിടെ നിന്ന് വേറെ മാറ്റിയാലും നമുക്ക് ചന്ത എങ്ങോട്ട് കൊണ്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് മാത്രമേ ഇപ്പം ചന്ത കൂടുകയുള്ളൂ. അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ മീൻ വാങ്ങിക്കാനൊന്നും വന്നില്ല. വാങ്ങിച്ച മീൻ ഇരിപ്പുണ്ട്. അങ്ങനെ ചന്തയൊക്കെ കണ്ട് വീടെത്താറായി. ഇനി വീട്ടിൽ പോയിട്ട് ഇനി കുറച്ച് ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കണം. അങ്ങനെ വീട്ടിലൊന്ന് കാപ്പി കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 4 ചൂരക്കൂട്ട് 100 രൂപയ്ക്ക് വാങ്ങിച്ചത് മെനഞ്ഞാന്ന് വാങ്ങിച്ചതായിരുന്നു. അത് ഫ്രിഡ്ജിൽ ഇരിക്കുകയായിരുന്നു. അയ്യോ, അതിൻ്റെ കാര്യം പറയണ്ട കേട്ടോ. ഇന്ന് എടുത്തപ്പോഴേക്ക് ഞാൻ വിചാരിച്ച് അതിൽ 1-2 എടുത്ത് പൊരിച്ചിട്ട് ബാക്കി പൊരിച്ച് പെരട്ടി കറി വയ്ക്കാമെന്ന്. അങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്ത് അമ്മ കട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കട്ട് ചെയ്യാമെന്ന്. അങ്ങനെ കട്ട് ചെയ്യാനൊക്കെ എടുത്തപ്പോഴാണ് പണി പാളിയത്. നോക്കിയപ്പോഴേക്ക് എടുത്തപ്പോഴേ ഒരുമാതിരി പഞ്ഞിക്കിട്ട് പോലെ ഇരിപ്പുണ്ടേ. മീൻ ചീത്തയായി. എന്നിട്ട് ഞാൻ അതിനെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് ഒരു രക്ഷയുമില്ല. മീനിങ്ങനെ നമ്മൾ തോലൊക്കെ ഉരിച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴേക്കും അതിങ്ങനെ പഞ്ഞി പോലെ പിഞ്ച് വരണുണ്ട്. അങ്ങനെ വെറുതെ നാശക്കോട്ടയായി. ചുമ്മാ പിന്നെ അതിനെ എടുത്ത് കറി വെച്ചിട്ട് എടുത്ത് കളയണതിനേക്കാളും അതോടെ എടുത്തൊക്കെ കളയാമെന്ന് വിചാരിച്ച് എന്തായാലും പൂച്ചയ്ക്ക് ഇന്ന് കോവള തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മാക്സിമം ഒരു മീൻ വലിയ പ്രശ്നമില്ലായിരുന്നേ. ബാക്കി ഒരു മീനാണെങ്കിൽ തൊടുമ്പോഴെങ്കിലും കുടുന്നിരിക്കും എന്നൊക്കെ പറയില്ല. തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഒരു മീനായി. ബാക്കി ഒരെണ്ണം ഇച്ചിരി പ്രശ്നമില്ലായിരുന്നു. 2 എണ്ണം ഇതിന് 2ൻ്റെ ഇടയ്ക്കുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ എടുത്തപ്പോഴേ അമ്മ പറഞ്ഞു മീനിന് എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നണുണ്ട്, എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ അതിലേക്ക് പൊരിക്കാം. എന്നിട്ട് ഞാൻ വിചാരിച്ചില്ല, വേണ്ട, ഒന്ന് നോക്കാമല്ലോ, ഒരു ശ്രമം നടത്തി നോക്കാമെന്നുള്ള രീതിയിലാണ് മീനിനെ എടുത്തത്. ഒരു രക്ഷയുമില്ല കേട്ടോ. മീൻ ഇതാ കണ്ടില്ലേ, ഇതങ്ങ് ഫുള്ള് ചീത്തയായിപ്പോയി, ഫുള്ള് ഇങ്ങനെ കുടുന്നിരിക്കും പോലെ ആയിപ്പോയി. അപ്പോൾ അതിനെക്കൊണ്ട് ഇനി ഒരു ഉപയോഗമില്ല, അത് കളയാൻ മാത്രമേ കൊള്ളാവൂ. അങ്ങനെ എല്ലാം കൂടെ 3 മീൻ കട്ട് ചെയ്തതും 1 മീൻ കട്ട് ചെയ്യാത്തതും കൂടെ ആയിട്ട് ഇനി പൂച്ചയ്ക്ക് കൊടുക്കുക. അതെങ്കിലും കഴിക്കട്ടെ, വേസ്റ്റായി പോകണില്ലല്ലോ. ഒന്നിൻ്റെയെങ്കിലും വിശപ്പ് അതുകൊണ്ട് അടങ്ങണമെങ്കിൽ അടങ്ങട്ടെ എന്ന് വിചാരിച്ചു. 100 രൂപ പോയല്ലോ എന്നുള്ള വിഷമമുണ്ട്, അത് വേറൊരു കാര്യം. അപ്പോൾ ഇനി ആ മീൻ വെള്ളം നേരെ കൊണ്ടുവന്ന് കറിവേപ്പിലയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ബാക്കി മീനെല്ലാം കൂടെ പൂച്ചയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് എല്ലാം കൂടെ പറക്കിയെടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനും അമ്മയും കൂടി ഈശ്വര 100 രൂപ പോയി എന്നുള്ളൊരു മനസ്സുണ്ട്. മീൻ കൊണ്ട് കളയുമ്പോൾ ഭയങ്കര സങ്കടമാണല്ലോ. ചേട്ടൻ കണ്ടില്ല ഈ മീൻ കളഞ്ഞ കാര്യമൊന്നും, പുള്ളിക്ക് ഓർമ്മയും ഇല്ലത് വാങ്ങിച്ച് വെച്ചിരുന്നത്. കറി വെച്ച് കൊടുക്കുമ്പോഴല്ലേ അറിയുള്ളൂ. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ പറയും, വെറുതെ 100 രൂപ കളഞ്ഞല്ലോ. അതുപോലെ എല്ലാ ദിവസവും മീൻ വാങ്ങിക്കണതിൽ ചേട്ടന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. നമുക്കാണ് ഒട്ടും പറ്റാത്തത്.
അങ്ങനെ മീൻ കൊണ്ട് പൂച്ചയ്ക്ക് വെച്ച് കൊടുത്തിട്ട് മീൻ വെള്ളം കറിവേപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണോണ്ട് ഈ കറിവേപ്പിലെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയെങ്കിൽ എന്നൊരാഗ്രഹമുണ്ട്. എനിക്കറിഞ്ഞൂടെ എന്തൊക്കെ നോക്കിയാലും ഒരു എഴുമ്പേറ്റും ഇല്ലാതെയാണ്. എത്ര കറിവേപ്പില കൊണ്ട് നട്ടതാണെന്നറിയാമോ? തൊട്ടപ്പുറത്തെ വീട്ടിലാണെങ്കിൽ അതിങ്ങനെ കൊലകുത്തി മറിഞ്ഞ് കിടക്കുകയാണ്. അവരതിനെ ഒടിച്ചൊടിച്ച് കളയുകയും ചെയ്യണമുണ്ട്. ഞങ്ങളിങ്ങനെ പൊന്നേ കരളയെ പോറ്റിയെന്ന് നോക്കണതുകൊണ്ട് അതിങ്ങനെ എന്തൊക്കെയാണ് നമ്മളിവിടെ തിരിച്ച് കാണിക്കണതെന്ന് അറിഞ്ഞൂടെ. ഇനി അവിടെ മൊത്തം ഒന്നാമത് കെട്ട മീനും കൂടെ അല്ലായിരുന്നു, അവിടെ മൊത്തം സോപ്പ് ഒഴിച്ച് വെള്ളം ഒഴിച്ചൊക്കെ കഴുകി വൃത്തിയാക്കി. ആ സ്മെല്ല് വരാൻ പാടില്ലല്ലോ. അങ്ങനെ അത് ഫുള്ള് കട്ടിംഗ് ബോർഡും പാത്രങ്ങളും എല്ലാം സോപ്പ് വെള്ളത്തിൽ മുക്കിയെടുത്തെന്ന് പറയണ രീതിയിൽ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അയലക്കരുവാട് വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നേ. അങ്ങനെ അമ്മ അയലക്കരുവാട് കറി വയ്ക്കാമെന്നും പറഞ്ഞു അയലക്കരുവാട് അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അയലക്കരുവാടിൽ കത്തിരിക്കയും കായും കൂടെയൊക്കെ ഇട്ട് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. മത്തങ്ങ പീയണിക്ക ഉണ്ടല്ലോ, അതും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് വയ്ക്കും. ഞാൻ ചുരയ്ക്ക എടുത്ത് കറി വയ്ക്കാമെന്നും പറഞ്ഞ് മെഴുക്ക് വരട്ടാമെന്നും പറഞ്ഞ് എടുത്തതാണ്. അല്ല ചുരക്കയല്ല, ചുരക്കയല്ല പീച്ചിങ്ങയാണല്ലോ. അപ്പോൾ നിങ്ങൾ കുറേ പ്രാവശ്യം പറഞ്ഞാണ് ചുരക്കയല്ല പീച്ചിങ്ങയാണെന്ന്. അങ്ങനെ അതിന് പിന്നെ പാവയ്ക്ക 1 കിലോ വാങ്ങിച്ചു വെച്ചിരുന്നത് ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് ചേട്ടൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് കേശുവിനാണെങ്കിൽ രാവിലെ തൊട്ട് ചെറിയൊരു നമ്മൾ പോയിട്ട് വന്നപ്പോഴേ ചെറിയൊരു പനിയുടെ ലക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ വെച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇനി മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കണമല്ലോ. ഈ ഒരു പാവയ്ക്ക കട്ട് ചെയ്തെടുക്കണത് അതിൻ്റെ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു പാവയ്ക്ക കട്ട് ചെയ്തെടുത്തപ്പോഴേക്ക് ചേട്ടൻ വന്നിട്ട് പറയും സമയമില്ല, നമുക്ക് നേരെ കൊണ്ടുപോകാമെന്ന് ഹോസ്പിറ്റലിൽ. അങ്ങനെ കേശുവിനെയും കൊണ്ട് അവിടെ ജിജിയിലാണ് വന്നത്. ഇപ്പം നമ്മുടെ വീടിനടുത്തും ഉണ്ട്. പട്ടത്താണ് മുമ്പ് ജിജി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വിങ് ഇപ്പം നമ്മുടെ അവിടെ കുളത്തൂർ മുക്കാലിക്കലുണ്ട്. അപ്പോൾ അവിടെയാണ് കൊണ്ടുപോയത്. അങ്ങനെ അവിടുത്തെ ഡോക്ടർമാരൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ, നല്ലൊരു അറ്റ്മോസ്ഫിയറുമാണ്. അതുപോലെ തന്നെ ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടും. ചില ഡോക്ടർമാരെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത ഫീൽ തോന്നുമെന്ന് പറയുമല്ലോ, നമ്മൾ അസുഖം പകുതി കുറയുമെന്ന്. അവിടെയുള്ള സ്റ്റാഫുകളായിരുന്നാലും ഡോക്ടർമാരായിരുന്നാലും എല്ലാം ആ ഒരു ലെവലായിരുന്നു. അപ്പോൾ നമുക്ക് പോയപ്പോഴേക്ക് അവിടെ ആ ഹോസ്പിറ്റൽ ഇഷ്ടപ്പെട്ട്. അങ്ങനെ മോനെ പനിക്കൊക്കെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വീണ്ടും എൻ്റെ ആ ജോലി ഞാൻ തുടരുകയാണ്. ഒരു പാവയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടാണല്ലോ മോനെയും കൊണ്ട് പോയത്. അങ്ങനെ മോനിപ്പോൾ വന്ന് ഉറക്കമായി. അങ്ങനെ ഇനി ബാക്കി പാവയ്ക്കകളും കൂടെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ പറയും പോലെ പിച്ചാത്തി ഇപ്പോൾ രാവി വെച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ അടുക്കളയ്ക്കകത്തുള്ള പിച്ചാത്തി അടിപൊളിയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. നമ്മൾ ജോലിയൊക്കെ നമുക്ക് ഭയങ്കര സ്മൂത്തായിട്ടുള്ളതുപോലെ തോന്നും. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നറിയുമോ, ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് ഈ പാവയ്ക്ക് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ എനിക്കവിടെ നമ്മുടെ കടയിലടുത്തുള്ള ചേച്ചി പറഞ്ഞത് അങ്ങനെ വേവിച്ചെടുക്കേണ്ട, ആവി കയറ്റിയെടുത്താൽ മതിയെന്ന്. അങ്ങനെ ഞാൻ ആവി കയറ്റിയെടുക്കുകയാണ്. പാവയ്ക്ക് ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ വേവിച്ച് കളയുമ്പോഴേക്കും അതിൻ്റെ സത്ത് മൊത്തം കളയല്ല, അതിനേക്കാൾ ഇങ്ങനെ ചെയ്യണതാണ് കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ അതിനെ ഫുള്ള് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കിയിട്ട് അങ്ങ് അടച്ച് വെച്ച് നമ്മുടെ ഇഡ്ഡലി കുട്ടത്തിലങ്ങ് ആവി കയറ്റി എടുത്താൽ മതിയല്ലേ. ആ ഹോളുള്ള പാത്രം ഉണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇതൊന്ന് ആവി കയറ്റാനായിട്ട് വെക്കട്ടെ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് ആവിയൊക്കെ കയറി കണ്ടില്ലേ, നല്ല പൊങ്ങിയിരുന്ന ആൾക്കാരിപ്പോൾ നന്നായിട്ട് താന്നിട്ടുണ്ട്. ഇനി അതിനൊന്ന് എടുത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് നമ്മൾക്കൊന്നിങ്ങനെ ഒന്ന് കുടഞ്ഞങ്ങ് എടുത്താൽ മതി. അപ്പോഴേക്കും അതിൽ ഫുൾ അതങ്ങ് ആയിക്കോളും. ഒരുപാട് പാവയ്ക്കയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴേക്കും ഇങ്ങനെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്കിത് പൊരിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴേക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണല്ലോ. അതുപോലെ തന്നെ ഈ ഉണങ്ങിയ പാവയ്ക്ക തൈരിലിട്ട് നമ്മൾ തൈര് കറി, മോര് കറി വയ്ക്കുമല്ലോ, അതുപോലെയൊക്കെ വയ്ക്കും. പിന്നെ കൂടുതലും ഇതിന് പൊരിച്ചും അതുപോലെ തന്നെ ഒരു വേറെ ഒരു രീതിയിൽ നമുക്ക് തേങ്ങയൊക്കെ കട്ട് ചെയ്ത് സവോളയൊക്കെ ഇട്ട് കൊടുത്ത് ആ രീതിയിലൊക്കെ ആക്കിയെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടം പോലെ ഇതിലിപ്പോൾ വില കുറവിൽ ഇഷ്ടം പോലെ കിട്ടുമ്പോൾ മാത്രമേ ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഒടുക്കത്തെ വില സമയത്ത് അതിനെ വാങ്ങി ഇങ്ങനെയൊന്നും ചെയ്ത് വയ്ക്കുന്നത് മണ്ടത്തരമല്ലേ. അങ്ങനെ ഇതിനെ ഈ പാത്രത്തിൽ കൈ കൊണ്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കുമ്പോഴേക്കും പൊടികളെല്ലാം എല്ലാ ഭാഗത്തും അങ്ങ് ആയിക്കോളും. അങ്ങനെ പാവയ്ക്ക റെഡിയാക്കി. വെയിലാണെങ്കിൽ എൻ്റെ പൊന്നെ ഇപ്പോൾ ഉച്ച കഴിഞ്ഞല്ലോ, ഭയങ്കര വെയിലാണ്, ഒരു രക്ഷയുമില്ല. ടെറസിൻ്റെ മുകളിൽ കയറി നമ്മൾ കരിഞ്ഞുണങ്ങിയായിരിക്കും താഴെ വരണത്. അപ്പോൾ അതുകൊണ്ട് മൊത്തം കവർ ചെയ്തേ കയറാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം മോന് പനിയാണ്. അപ്പോൾ ഞാനും കൂടെ എന്തെങ്കിലും വരുത്തി വെച്ചിരുന്നാൽ അവൻ്റെ കാര്യം പോക്കല്ലേ. അങ്ങനെ
ഫുള്ള് അത്. പിന്നെ ഈ പറയും പോലെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ എത്ര വെയിലുണ്ടായാലൊന്നും പ്രശ്നമില്ല. ഇപ്പം ചെറുതായിട്ട് വെയിലോ മഴയൊക്കെ കൊള്ളുമ്പോഴേക്കും അപ്പോഴും അസുഖം വരണുണ്ട്. ദൈവമേ, പ്രായം പോയ പോക്കെ. അങ്ങനെ ഫുള്ള് കവർ ചെയ്താണ് മേളിൽ കയറണത്. പണ്ട് എത്ര വെയിലത്ത് കളിച്ചാലും കുഴപ്പമില്ലാത്ത നമ്മളാണല്ലേ. അങ്ങനെ ആ പീച്ചിങ്ങ എടുത്ത് വെച്ചിട്ട് അതേപോലെ അങ്ങ് എടുത്ത് തിരിച്ചു വെച്ച് ഞാനിപ്പോൾ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴേക്ക് അമ്മ അയലക്കരുവാട് കറി വെച്ച് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെച്ച് പിന്നെ പാവയ്ക്ക തോര ഇന്നലെ വെച്ച് തിരിപ്പുണ്ടായിരുന്നു. വലിയ കയ്പുള്ള പാവയ്ക്കല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അങ്ങനെ അതുമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണേ. പിന്നെ അതുകൊണ്ട് മേളിൽ കയറിയപ്പോഴേക്കും ഇന്നലെ രാത്രി കൊണ്ട് വിരിച്ച തുണിയാണ്. അപ്പോൾ ഇപ്പോഴും എടുത്തില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴും ഇതും കളറൊക്കെ പോയി കരിഞ്ഞുണങ്ങിയിരിക്കുക. അങ്ങനെ തുണിയെല്ലാം പറക്കി അവിടെ വെച്ചതിന് ശേഷം ഒരു വാഴയില വെട്ടിയിട്ട് അതിലാണ് ഈ പാവയ്ക്കയെല്ലാം ഉണക്കാനായിട്ടിട്ടുള്ളത്. ഇത് ഓരോന്നായിട്ട് പറക്കി വെക്കണതാണ് നല്ലത്. പക്ഷേ ഈ വെയിലത്തും അതുമല്ല, ഇതിപ്പോൾ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ, ഇത് ഒട്ടും ഉണങ്ങാത്ത സംഭവമല്ലേ. അപ്പം ഞാൻ അതുകൊണ്ട് ഇതിപ്പോൾ ഓരോന്നായിട്ട് ഇളക്കി വെക്കണില്ല. ഇന്നത്തെ ഒരു ദിവസത്തെ ഉണക്ക് കഴിയുമ്പോഴേക്കും ഇത് കുറച്ച് വെള്ളം വറ്റി വരുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് അതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അതുമല്ല, നാളെ അതിരാവിലെ വെയിൽ ഉറയ്ക്കുന്നതിന് മുന്നേ കൊണ്ട് വയ്ക്കണം. എങ്കിൽ മാത്രമേ സമാധാനമായിട്ട് അവിടെ ഇരുന്ന് ഈ പറയും പോലെ ഇങ്ങനെ നീക്കിയൊക്കെ വെക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ പറ്റുള്ളൂ, അല്ലാതെ ഒരു രക്ഷയും ഇല്ല. അങ്ങനെ ആ പാവയ്ക്ക് ഫുൾ അതിൽ നിരത്തി ഇനി ഉണങ്ങി വരുമ്പോഴേക്ക് കുറച്ചേ കാണുള്ളൂ. ഇപ്പോൾ ഇത്രയേ ഉണ്ട്. പിന്നെ നമ്മുടെ നാരങ്ങ ഇന്നലെ ഒറ്റ ഉണക്കിൽ ഞാൻ എടുത്തതാണ്. പിന്നെ വിചാരിച്ചു കുറച്ചും കൂടെ ഒരു നനവ് പോലെയുണ്ട് അതിൻ്റെ തന്നെ നീരിറങ്ങിയിട്ടേ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇത് ഒരു ദിവസം കൂടെ ഉണക്കാമെന്ന്. ഒറ്റ ദിവസത്തെ ഉണക്കം മതി. എന്തായാലും പാവയ്ക്ക് ഉണക്കയല്ലേ, അപ്പോൾ കുറച്ചധികം ദിവസം ഇരുന്നാൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. നമ്മൾ ഈ ഇതിലെന്തെന്ന് വെച്ചാൽ ഞാൻ നല്ലെണ്ണയിൽ ഇങ്ങനെ വഴറ്റുമ്പോൾ തന്നെ ഇത് പൊട്ടിയിട്ട് അതിനകത്തുള്ള ചാറ് ഫുള്ള് വെളിയിലിറങ്ങും. ഒട്ടും വെള്ളം നനവില്ലാതെയാണ് നമ്മൾ നല്ലെണ്ണയിൽ വഴറ്റിയത്. എന്നിട്ട് ആ ചാറ് വെളിയിൽ ഇറങ്ങിയപ്പോഴേക്ക് അത് ഒരു ദിവസം അങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ ആ ചാറ് കുറേ കൂടി ഇതിൽ വീണ്ടും അങ്ങ് പിടിച്ചതിന് ശേഷമാണ് കൊണ്ടിട്ട് ഉണക്കിയത്. അപ്പോൾ ഇത് കുറച്ചധികം നാളിരിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. നാരങ്ങ അച്ചാർ ആർക്കെങ്കിലും വേണോ? ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. അങ്ങനെ അതൊക്കെ അവിടെ എല്ലാം ഉണങ്ങാനായിട്ടൊക്കെ വെച്ചിട്ട് പിന്നെ കുറേ നാളിരുന്നുള്ളൂ. വർഷത്തോളം, ഒരു 1.5 വർഷം ഇരിക്കും തോറും ടേസ്റ്റ് കൂടും കേട്ടോ നാരങ്ങയ്ക്ക്. അങ്ങനെ അതൊക്കെ ചെയ്ത് എല്ലാം കയ്യിലേക്ക് ഒരു ഒട്ടൽ പോലെ ഉണ്ടായിരുന്നു. കൈയും കൂടെയൊക്കെ കഴുകിയിട്ട് മുഖം വരെ മറച്ചിട്ടാണ് നിന്നത്, കാരണം ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ഇനി ചോറ് കഴിക്കണം. ഞാൻ പറഞ്ഞില്ലേ, അമ്മ ഇവിടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ കറി, നമ്മുടെ അയലക്കരുവാട് കറി വെച്ചത്, പിന്നെ അച്ചാറുകൾ തോനെ ഇരിക്കുകയല്ലേ, നെല്ലിക്ക അച്ചാർ, അതുപോലെ തന്നെ നാരങ്ങ അച്ചാർ, ഇഞ്ചിക്കറി എല്ലാം ഉണ്ട് കഴിക്കാനായിട്ട്. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇതാ കാരയ്ക്ക ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ, കാരയ്ക്ക. പിന്നെ ഇത് ഇന്നലെ വെച്ചതായിരുന്നു, ഇന്നലത്തെ പാവയ്ക്ക തോരൻ. അപ്പോൾ ഇനി ചോറ് കഴിക്കണം. പ്രത്യേകിച്ച് കരുവാട് കറി വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ വിശപ്പ് കൂടും, അത് വേറൊരു കാര്യം. പനി ആയതുകൊണ്ട് മോനാണെങ്കിൽ ഒന്നും കഴിക്കണില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് അധികം നിർബന്ധിക്കേണ്ട, ഇഷ്ടമുള്ളത് മാത്രം ചോദിച്ചാൽ കുറച്ച് കൊടുത്താൽ മതി, അല്ലാണ്ട് ഒരുപാട് നിർബന്ധിക്കേണ്ട. 3 ദിവസം പനി കാണുമെന്ന്. മോനാണെങ്കിൽ പിന്നെ ആനുവൽ ഡേയും എടുത്തില്ലേ, അവനിങ്ങനെ ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു പ്രയാസമുണ്ട്. അങ്ങനെ അവന് ഇലയപ്പമൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ അതെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇല, വട്ടത്താമര ഇല കുറച്ച് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ ആ വട്ടത്താമര ഇല എടുക്കുകയാണ്. പിന്നെ ഈ പറയും പോലെ നമ്മുടെ വട്ടത്താമര ഇലയാണ്. നിങ്ങൾ പറയുന്നുണ്ട് ഇത് വട്ടത്താമര ഇല അല്ല വട്ട ഇലയെന്ന്. എനിക്കറിഞ്ഞൂടെ, നമ്മുടെ നാട്ടിൽ പറയണതിൽ ഞങ്ങൾക്കറിയാവൂ. അങ്ങനെ ചെറിയൊരു ഇതാണ് അവിടെ നിന്ന്. അതിൽ നല്ല ഇല ഒരു 5-6 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഇതാ വേറെ ഒരെണ്ണം ഈ വാഴ നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു 2-3 ഇല കിട്ടിയുള്ളൂ. മതി, അത്ര തന്നെ ധാരാളം മതി. അങ്ങനെ ആ വട്ടത്താമര ഇല എല്ലാം എടുത്തും കൊണ്ട് പോയിട്ട് ഇനി അതിനൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണമല്ലോ, അതിൽ പൊടിയൊക്കെ കാണും. അങ്ങനെ അവിടെ വെളിയിൽ പൈപ്പിൻ്റെ മൂട്ടിൽ കൊണ്ടുവച്ച് ഓരോ ഇലയായിട്ട് എടുത്ത് അതിനൊന്ന് വൃത്തിയാക്കണം. ചിലപ്പോഴും നമ്മൾ നല്ല ഇല ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് പുഴു വെട്ടിയിട്ട് എന്താണെന്ന് അറിഞ്ഞൂടെ, ഫുള്ള് ഹോളായിട്ടിരിക്കും. അപ്പോൾ പിന്നെ ഒന്നിനും പറ്റൂല. ഇതുപോലെ നല്ല ഇല നിൽക്കണ കാണുമ്പോഴേക്കും എടുത്ത് ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ടെൻഡൻസിയാണ് കേട്ടോ. നമ്മൾ ഇല അടയെന്നും അല്ല പറയണത്, ഇലയപ്പം എന്നാണേ പറയണത്. അങ്ങനെ ഇല മൊത്തം കഴുകി എടുക്കുകയാണ്. ഇന്നിപ്പോൾ വയ്യാത്തോണ്ട് കഴിക്കുമെന്ന് അറിഞ്ഞൂടാ.
സാധാരണ ഇലയപ്പം ഉണ്ടാക്കുമ്പോഴാണ് അമ്മയാണ് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അമ്മ അവിടെ കുളിക്കാനൊക്കെ ഉള്ള തിരക്കിലാണ്. അങ്ങനെ ഇനി തേങ്ങയൊക്കെ തിരികെ എടുക്കണം. അങ്ങനെ കുറച്ച് തേങ്ങ തിരുവിയതുണ്ടായിരുന്നു. ഇനി ബാലൻസ് തേങ്ങയും കൂടെ തിരുവി എല്ലാം കൂടെ ആയിട്ട് ഇലയപ്പം ഉണ്ടാക്കണം. നമ്മളിങ്ങനെ ഇലയപ്പം ഉണ്ടാക്കുന്നത് നമുക്കിവിടെ ഇത് വരുമല്ലോ, ദീപാവലി വരുമല്ലോ. ദീപാവലി വരുമ്പോഴേക്കും ഇലയപ്പവും കുമ്പളപ്പവും മെയിനാണ് കേട്ടോ. നമ്മളിത് ഉണ്ടാക്കും. പിന്നെ എപ്പോഴൊന്നും അങ്ങനെ ഉണ്ടാക്കുന്ന സംഭവമല്ല, പ്രത്യേകിച്ച് വല്ല വിശേഷങ്ങൾ വരുമ്പോഴോ. പിന്നെ അല്ലെങ്കിൽ ഈ വട്ടത്താമരയില നിൽക്കണത് കാണുമ്പോഴേക്കും അയ്യോ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് തോന്നും. നല്ല വട്ടത്താമരയില കാണുമ്പോഴേക്കും അയ്യോ ശർക്കര ഉണ്ടെങ്കിൽ അപ്പോൾ ഉണ്ടാക്കാമെന്ന് തോന്നും. അങ്ങനെ ഇപ്പോൾ ശർക്കര ഞാൻ പോയി വാങ്ങിച്ച 1 കിലോയ്ക്ക് 72 രൂപ കേട്ടോ. ശർക്കര ഭയങ്കര വിലയെന്ന് പറഞ്ഞ്. എന്തായാലും ഇതിപ്പോൾ ഇലയപ്പം ഉണ്ടാക്കണമെങ്കിൽ ശർക്കര വേണമല്ലോ. അങ്ങനെ ശർക്കര ഒന്ന് ഫുള്ള് ഇടിച്ച് പൊട്ടിച്ചെടുത്തിട്ട് അതിനൊന്ന് ഉരുക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ എൻ്റെ അമ്മയായിരുന്നാലും ഇവിടുത്തെ അമ്മയായിരുന്നാലും എന്ത് ചെയ്യുന്നറിയാമോ, ശർക്കര ഇങ്ങനെ പിച്ചാത്തി കൊണ്ട് ചീവി എടുക്കും. എനിക്കതൊത്തിരി പാട് പോലെ തോന്നും. അങ്ങനെയാണ് ചെയ്യണത്. അവരെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യണത്, ചീവി എടുത്തിട്ടാണ് ചെയ്യണത്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെങ്ങനെ ഇടികല്ലിൽ ഇടിച്ച് പൊടിച്ചിട്ട് ആ പൊടി കൊണ്ടിട്ട് ഉരുക്കും. അതൊന്നും ഉരുക്കൊന്നും ശർക്കര നമ്മൾ പാണി കാച്ചി എടുക്കുമെന്ന് പറയുമല്ലോ, അതുപോലെ ശർക്കര ഇങ്ങനെ പാണി കാച്ചി കുറച്ചതിൽ വെള്ളമൊന്നും ഒഴിക്കരുത്. ഇത് ഉരുക്കുമ്പോൾ തന്നെ വെള്ളമാണല്ലോ, വെള്ളം ഒന്ന് ജസ്റ്റ് തളിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. തളിച്ച് കൊടുത്തിട്ട് അത് കുറച്ച് സമയം ഒന്ന് ചൂടടിക്കുമ്പോഴേക്ക് ശർക്കര ഫുള്ള് ഉരുകി 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 ശർക്കര പാണിയായിട്ട് വരും. ഇതാണ്ടില്ലേ, ശർക്കര പാണി കാച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ തിരുവി എടുത്ത് വെച്ച് തേങ്ങയില്ലേ അതിട്ട് കൊടുക്കും. പിന്നെ അവിലുണ്ടെങ്കിൽ അവിലിട്ട് കൊടുക്കും. ഇപ്പം എന്തായാലും അവിലിരിപ്പുണ്ട്, കുറേ ദിവസമായ അവിലാണ്. അങ്ങനെ വെള്ള അവിലാണ് ഇരുന്നത്. അങ്ങനെ തേങ്ങയും അതുപോലെ തന്നെ അവിലും പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതും കൂടെ അതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്ത് മൊത്തം ഇളക്കി എടുക്കുമ്പോഴേക്ക് ഇതങ്ങ് കട്ടിയാവും. അങ്ങനെ ഫുൾ ഇളക്കി കൂട്ടിയെടുക്കണം. അപ്പോൾ ഇത്രയും ആയപ്പോൾ തന്നെ അതിൽ വയ്ക്കാനുള്ള ഫില്ലിങ്സ് എല്ലാം റെഡിയായി. ഇതിപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവുണ്ടല്ലോ പച്ചവെള്ളത്തിൽ നനയ്ക്കണത്, അങ്ങനെ ആ മാവാണ് എടുത്തത്. ആ മാവിൽ കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് അത് നല്ല പദം വരുത്തി എടുത്തിട്ട് നമ്മുടെ ഈ വട്ടത്താമര ഇലയിൽ ഇത് വെച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കും. പരത്തിയെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇല്ലേ അതും കൂടെ അങ്ങ് വെച്ച് കൊടുത്ത് മടക്കി എടുത്താൽ മതി. എത്രത്തോളം നൈസാക്കാൻ പറ്റുമോ അത്രത്തോളം ഒന്ന് നൈസാക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ്. പണ്ടൊക്കെ അമ്മയൊക്കെ ഇതുപോലെ ഇലയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ വേറെ ഒന്നും കഴിക്കില്ല, ഇലയപ്പം മാത്രമേ കഴിക്കുകയുള്ളൂ. എനിക്കാണെങ്കിൽ കുമ്പളപ്പത്തിൻ്റെക്കാളും ഇഷ്ടം ഇലയപ്പമാണ്. ഇവിടെ ചേട്ടനാണെങ്കിൽ കുമ്പളപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അതിനൊരു പ്രത്യേക മണം ഉണ്ടല്ലോ കുമ്പളപ്പത്തിന്. അപ്പോൾ ഇതാ ഈ ഫില്ലിങ്സിൽ അവിൽ, തേങ്ങ തിരുവിയത്, പിന്നെ ഏലക്ക പൊടിച്ചത്, ഇത്രയും സംഭവങ്ങളാണുള്ളത്. നമുക്ക് പൊരി വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ പഴമൊക്കെ കട്ട് ചെയ്ത് അതിനകത്ത് വെച്ച് കൊടുക്കും, അതും ടേസ്റ്റാണ്. പക്ഷേ എനിക്കത്ര പഴം വെക്കണത് ഇഷ്ടമല്ല, എനിക്ക് ഇത്രയുമാണ് ഇഷ്ടം. അപ്പോൾ ഈ അവിലില്ലെങ്കിൽ വെറും ശർക്കരയും തേങ്ങയും അതുപോലെ തന്നെ ഈ ഏലക്ക പൊടിച്ചതും കൂടെ മാത്രമാക്കിയും വെച്ച് കൊടുക്കും. അങ്ങനെ എല്ലാം എന്താ ഇനി അതിനെ റെഡിയാക്കി എടുക്കുകയാണേ. ഇലയപ്പത്തിനുള്ളതുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം റെഡിയാക്കി. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇഡ്ഡലിക്കുട്ടത്തിൽ വെള്ളം ഒഴിച്ച് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഹോളുള്ള പാത്രത്തിലായിരുന്നു ഈ സാധാരണ ഇലയപ്പം ഉണ്ടാക്കുന്നത്. അതിപ്പം മേളിൽ വെച്ചിരിക്കുകയാണ്. പാവയ്ക്ക് ഉണക്കാനായിട്ട് കൊണ്ടുപോയപ്പോൾ അതും കൂടെ അങ്ങ് മേലെ തന്നെ വെച്ചിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ അടിയിലത്തെ തട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് അതിലങ്ങ് പറക്കി വെച്ച് കൊടുത്തിട്ട് അങ്ങ് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വേണം ഫുള്ളൊന്ന് ആവി കയറി സെറ്റായി വരാനായിട്ട്. അപ്പോൾ ഇത്രയും ഇലയപ്പം ഉണ്ടായിരുന്നേ, അതങ്ങ് ആവി കയറ്റി വേവിക്കാനായിട്ട് വെച്ചപ്പോഴേക്ക് അമ്മ വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് അച്ഛൻ വന്നായിരുന്നു, കേശുവിന് പനിയാണെന്ന് അറിഞ്ഞപ്പോഴേക്ക്. അങ്ങനെ അമ്മ ഇപ്പോഴാണ് വന്നത്. അങ്ങനെ അമ്മ അവിടെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കേശു ഭയങ്കര ഉറക്കം, ഗുളികയെല്ലാം മരുന്നൊക്കെ കഴിച്ചതിൻ്റെ നല്ല ഉറക്കമാണ്. അപ്പം ഉറങ്ങി ഈ പനി വിടുമ്പോഴേക്കും ഉറങ്ങി എണീക്കുമ്പോഴേക്കും പനി കുറച്ചങ്ങ് വിടുമെന്ന് തോന്നുമല്ലോ. ഉച്ചയ്ക്ക് നല്ല തിളയ്ക്കണ പനി ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നപ്പോഴേക്കും അങ്ങനെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, വേറെ ജലദോഷം വേറെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കേശുവിൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും പനിയായിരുന്നു. പിള്ളേർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പനിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ എനിക്കൊരു പേടിയുണ്ടായിരുന്നു പനിയാവോ എന്നുള്ളത്. പിന്നെ ഇവിടെ ചേട്ടനും പനിയായിരുന്നല്ലോ. അങ്ങനെ ഇപ്പം അമ്മ വന്നപ്പോഴേക്കും ഉണർന്ന് അവിടെ കിടക്കുകയാണ്. അങ്ങനെ ഇനി അവരവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ സമയം ഏകദേശം 5:45. ഇനിയിപ്പം ഇവിടുത്തെ അമ്മ കുളിക്കാനായിട്ടൊക്കെ പോവും.
പിന്നെ അപ്പോഴേക്കും ഇലയപ്പം റെഡിയായി. ഇനി ഒരു നല്ല ഇഞ്ചി ചായയും കൂടെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് ഇലയപ്പം ഒന്ന് കഴിക്കണം. നല്ല രുചിയായിരുന്നു ഇലയപ്പം. മോൻ രണ്ട് പ്രാവശ്യമേ കഴിച്ചോളൂ. പിന്നെ 2 അമ്മമാർക്കും കൊടുത്ത് ചായയും ഇട്ട് ഇഞ്ചി ചായയും ഇട്ട് ഇലയപ്പമായിട്ട് കൊടുത്ത് അമ്മ വിളക്ക് കത്തിക്കാറായപ്പോഴേക്ക് വിളക്ക് കത്തിക്കണമെന്നും പറഞ്ഞ് പോയി. ഇവിടുത്തെ അമ്മ ദാ വിളക്കെല്ലാം കത്തിച്ച്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.